മഹാത്മാഗാന്ധി സർവകലാശാലയിൽ ഇൻഡോർ സ്റ്റേഡിയത്തിന്റെയും അന്താരാഷ്ട്ര സ്പോർട്സ് കോംപ്ലക്സിന്റെയും നിർമ്മാണത്തിന് തുടക്കം കുറിച്ചു. അകാലത്തിൽ പൊലിഞ്ഞ കായിക താരം സൂസൻ മേബിൾ തോമസിന്റെ നാമധേയത്തിലാണ് സ്റ്റേഡിയം നിർമ്മിക്കുന്നത്. സ്റ്റേഡിയം കായിക മുന്നേറ്റത്തിന് കരുത്തേകുമെന്ന് ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ശേഷം മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു. സംസ്ഥാന സർക്കാർ 47.81 കോടി രൂപ ചെലവഴിച്ചാണ് MG സർവകലാശാലയിൽ സ്റ്റേഡിയവും സ്പോർട്സ് കോംപ്ലക്സും പണി കഴിക്കുന്നത്. അന്തർദേശീയ നിലവാരത്തിലുള്ള സൗകര്യങ്ങളോടെയായിരിക്കും സ്റ്റേഡിയം നിർമ്മിക്കുക. പദ്ധതി സംസ്ഥാനത്തിന്റെ കായിക മുന്നേറ്റത്തിന് കരുത്തേകുമെന്ന് മന്ത്രി വി എൻ വാസവൻ. സൂസൻ മേബിൾ തോമസിന്റെ ഓർമ്മകൾ കായിക താരങ്ങൾക്ക് പ്രചോദനം നൽകുമെന്നും മന്ത്രി പറഞ്ഞു. വ്യത്യാസം 47.17 കോടി രൂപയാണ് ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത്. അത് അനുവദിക്കുമ്പോൾ അതിൽ 3 സിന്തറ്റിക് ട്രാക്ക് ഉണ്ട് ഈ കോംപ്ലക്സിൽ. അതേപോലെ തന്നെ വോളിബോൾ കോർട്ടുണ്ട്, ഫുട്ബോൾ കോർട്ടുണ്ട്, ടെന്നീസ് കോർട്ടുണ്ട്, ബാഡ്മിന്റൺ കോർട്ടുണ്ട്. ഇത്തരത്തിലുള്ള എല്ലാ ഗെയിംസിനുമുള്ള കോർട്ടുകളുണ്ട്. ഇത് കൂടാതെ സ്വിമ്മിംഗ് പൂളുണ്ട്. അങ്ങനെ ഒരു ഇന്റർനാഷണൽ ലെവലിലുള്ള സ്പോർട്സ് കോംപ്ലക്സ് ആണ് ഈ വരാൻ പോകുന്ന ഈ സൂസൻ മേബിൾ പേരിലുള്ള സ്റ്റേഡിയം എന്നാണ് ആദ്യമായി നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. ഇത്തരം ഒരു കോംപ്ലക്സ് നമ്മുടെ ജില്ലയിലില്ല. ഒരുപക്ഷെ തിരുവനന്തപുരം വിട്ടാൽ പിന്നെ ഈ സൗകര്യമുള്ളത് MG യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസിലായി കോട്ടയത്ത് വരുന്നു എന്നതാണ് അഭിമാനകരമായ സാഹചര്യം എന്ന കാര്യം എടുത്ത് സൂചിപ്പിക്കുക. സർവകലാശാലയിലെ ഗാന്ധി മ്യൂസിയത്തിന്റെ നിർമ്മാണോദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. ഗാന്ധി മ്യൂസിയവും കോട്ടയം അക്ഷര മ്യൂസിയവും തമ്മിൽ പഠന ഗവേഷണ രംഗത്തെ സഹകരണത്തിനായുള്ള ധാരണാപത്രത്തിന്റെ കൈമാറ്റവും നടന്നു. വൈസ് ചാൻസലർ ഡോക്ടർ CT അരവിന്ദ് കുമാർ അധ്യക്ഷനായ ചടങ്ങിൽ സിൻഡിക്കേറ്റ് അംഗം അഡ്വക്കേറ്റ് റജി സക്കറിയ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.